നമുക്ക് കഴിയുമാക്ക ഇല്ല എന്നുള്ളത് സത്യം പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. ഇങ്ങനെ ഒരു വാർഡ് മെമ്പർ ആർക്കും ഒരു വാർഡിലും കിട്ടി കാണൂല. കാരണം നമുക്ക് കൊറോണ വന്ന ടൈമില് എനിക്ക് ഫസ്റ്റ് ഞാൻ കാക്കയെ വിളിച്ച് പറഞ്ഞു എനിക്ക് ഇങ്ങനെ വയ്യാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് തന്നെ കാക്ക ആ രാത്രി തന്നെ വന്ന് നമ്മളെല്ലാരെയും നോക്കിയിട്ട് പോയിട്ട് പിറ്റേന്ന് രാവിലെ വണ്ടിയും കൊണ്ടുവന്ന് ഞങ്ങളെല്ലാരെയും ഹോസ്പിറ്റലിലാക്കി. ഞങ്ങൾക്ക് എല്ലാ സഹായങ്ങളും, ഞാനും അമ്മയും അനിയത്തിയും എല്ലാവരും ഹോസ്പിറ്റലിലായിരുന്നു. അപ്പോഴും ഇവിടെ എന്റെ മക്കളും അനിയനും മാത്രമേ ഉള്ളായിരുന്നു. അപ്പോഴ് കാക്കയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത് എന്റെ മക്കൾക്ക് വേണ്ടിയിട്ട് എല്ലാം ചെയ്തു കൊടുത്തത്. അതുകൊണ്ട് എനിക്ക് ജീവിതത്തിൽ ഞാൻ മരിക്കും വരെ എനിക്ക് കാക്കയെ എനിക്ക് ചെയ്തു തന്ന ഉപകാരങ്ങൾ ഒരിക്കലും എനിക്ക് മറക്കാനും പറ്റത്തില്ല. അത്രയ്ക്ക് ഞാൻ കടപ്പെട്ടിരിക്കുകയാണ് ആ മനുഷ്യന്റെ അടുത്ത്. അത് എന്റെ ഒരു സഹോദരനായിട്ട് തന്നെ, എനിക്ക് പിറക്കാതെ പോയ എന്റെ ആങ്ങളായിട്ട് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. പിന്നെ കുടുംബശ്രീയിൽ വന്നതിന് ശേഷമായിരുന്നാലും അത്രയ്ക്കും ഭയങ്കരമായിട്ട് അടുപ്പമാണ് ഞങ്ങള്. എല്ലാ കാര്യത്തിനും എന്ത് കാര്യം ഉണ്ടെങ്കിലും അപ്പോഴും വിളിച്ച അതിന് അപ്പോഴും ഒരു സൊല്യൂഷൻ കണ്ടെത്തി തന്നിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ സത്യം പറഞ്ഞാൽ നമ്മളെ വാർഡിൽ നിന്ന് ഈ മെമ്പർ പോണെന്ന് ചിന്തിക്കാൻ പോലും ഞങ്ങൾക്ക് ആർക്കും പറ്റുന്നില്ല. ഇനിയും കാക്ക തന്നെ ആയിരിക്കണമെന്നാണ് ഞങ്ങളെല്ലാരെയും ആഗ്രഹം. കൂടുതൽ പറയുവാണെങ്കിൽ നമുക്ക് സങ്കടം വരും. അതുകൊണ്ട് അത്രയും ഉപകാരമുള്ള ഒരു മനുഷ്യനാണ്. ഇനിയും ഏത് വാർഡിലായിരുന്നാലും കാക്കയെ കൊണ്ട് പറ്റുന്നത് കാക്ക ഇതുപോലെ ചെയ്യുമായിരിക്കും. പക്ഷെ നമുക്കില്ല എന്ന് ചിന്തിക്കാൻ നമുക്ക് പറ്റുന്നില്ല. അതാണ് നമ്മളെ വിഷമം. പിന്നെ കുടുംബശ്രീ എന്ന് പറയുമ്പോഴത്തേക്ക് കാക്ക ഏതൊരു കാര്യത്തിനും എന്ത് കാര്യത്തിനായിരുന്നാലും കുടുംബശ്രീയുടെ കൂടെ ചേർന്ന് നിന്ന് നമ്മളെല്ലാ കാര്യങ്ങൾക്കും നമ്മളെ കൂടെ എല്ലാത്തിനും കാക്ക എല്ലാത്തിനും ഉണ്ടായിരുന്നു. ഇപ്പൊ തന്നെ ലേഡീസിന്റെ ഒരു വാർഷികം നടത്തി അതിന് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്ത് ഞങ്ങളെ സ്വന്തം കൂടപ്പിറപ്പിനെ പോലെ തന്നെ കൊണ്ട് നടന്ന് ഞങ്ങൾക്ക് വേണ്ട എല്ലാം ചെയ്തു തന്നിട്ടുള്ളത് കാക്കയാണ്. അപ്പം ഈ വാർഡിൽ നിന്ന് കാക്ക തന്നെ ആയിരിക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. കൂടുതൽ പറയാനൊന്നും എനിക്ക് വാക്കുകളില്ല.